എത്തുമ്പോഴും ജിൻഡോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് മതിയാവുന്നില്ല എന്ന് വെച്ചാൽ ടാസ്ക് കളിക്കണം, എനിക്ക് പവർ റൂമിൽ കയറണം, എനിക്ക് ക്യാപ്റ്റൻസി കയറണം, ആ ഒരു ആഗ്രഹം ജിൻഡോയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ ജിൻഡോയും സിജോയും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഡെവലപ്പ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. അത് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ആണോ, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് അറിയില്ല. ഇവര് തമ്മിൽ ഗെയിമുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, പവർ ടീമിലേക്ക് എത്താനുള്ള വഴികൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നും ഇന്നലെയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഒരു ചെറിയൊരു സൗഹൃദം ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഗെയിമിന്റെ പെർസ്പെക്ടീവിലുള്ളതാണെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും ജിൻഡോ എന്ന് പറയുന്ന ഒരു ഗെയിമറിനെ ഇവിടെ എടുത്ത് ഞാൻ വീണ്ടും പറയാണ്, പുള്ളി ഗെയിമിൽ ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ സ്ട്രാറ്റജീസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോ നമ്മുടെ സിജോയുമായിട്ട് ചർച്ച ചെയ്തിട്ട് അടുത്ത് വരുന്ന ടാസ്കുകൾ, അടുത്ത ആഴ്ചത്തെ പവർ ടീമിൽ എങ്ങനെ കയറാന്നുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. അപ്പോ അത്തരത്തിൽ ബ്രില്യന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ജിൻഡോ. അത് തന്നെയാണെന്ന് തോന്നുന്നു ജിൻഡോയുടെ ഏറ്റവും വലിയ വിജയവും.